ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചി മെട്രോയിൽ ജോലി നേടാൻ ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതൊക്കെ തസ്തികയിലേക്കാണ് നിയമനം നടത്തുന്നത്, അതുപോലെ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി, യോഗ്യത, അതുപോലെ ഈ ഒരു ജോലിക്ക് ലഭിക്കുന്ന ശമ്പളം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനു മുൻപായിട്ട് ഈ ഒരു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൽ വിവിധ ഒഴിവുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ജോലി നേടാൻ ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് അഥവാ ടെലികോം, ജൂനിയർ എഞ്ചിനീയർ, അസിസ്റ്റന്റ് സെക്ഷൻ എഞ്ചിനീയർ, പവർ ആൻഡ് ട്രാക്ഷൻ, ജൂനിയർ എഞ്ചിനീയർ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്നീ തസ്തികകളിലേക്കാണ് ഇപ്പോൾ നിയമനം നടത്തുന്നത്. ഇനി ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എത്രയാണെന്ന് നമുക്ക് നോക്കാം. എക്സിക്യൂട്ടീവ് അഥവാ ടെലികോം, ഇതിലേക്ക് അപേക്ഷകൾ അയക്കേണ്ട പ്രായപരിധി 32 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷകൾ അയക്കാൻ കഴിയുക. സംവരണ വിഭാഗക്കാർക്ക് വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ജൂനിയർ എഞ്ചിനീയർ, അസിസ്റ്റന്റ് സെക്ഷൻ എഞ്ചിനീയർ, പവർ ആൻഡ് ട്രാക്ഷൻ, ഇതിലേക്ക് അപേക്ഷകൾ അയക്കേണ്ട പ്രായപരിധി 30 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷകൾ അയക്കാൻ കഴിയുക. സംവരണ വിഭാഗക്കാർക്ക് വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഇതിലേക്ക് അപേക്ഷകൾ അയക്കേണ്ട പ്രായപരിധി 32 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷകൾ അയക്കാൻ കഴിയുക. സംവരണ വിഭാഗക്കാർക്ക് വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അപേക്ഷകൾ അയക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സിക്യൂട്ടീവ് അഥവാ ടെലികോം, ഇതിലേക്ക് അപേക്ഷിക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. BE അല്ലെങ്കിൽ BTech, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കൂടാതെ 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവരായിരിക്കണം. അടുത്തത് അസിസ്റ്റന്റ് സെക്ഷൻ എഞ്ചിനീയർ, പവർ ആൻഡ് ട്രാക്ഷൻ, ഇതിലേക്ക് വേണ്ട യോഗ്യതകൾ BE അല്ലെങ്കിൽ BTech, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ളവരായിരിക്കണം. അടുത്തത് ജൂനിയർ എഞ്ചിനീയർ, ഇതിലേക്ക് വേണ്ട യോഗ്യതകൾ BE അല്ലെങ്കിൽ BTech, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇതിൽ ഡിപ്ലോമ ഉള്ളവരായിരിക്കണം. കൂടാതെ 3 വർഷത്തെ പരിചയവും ഉള്ളവരായിരിക്കണം. അടുത്തത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഇതിലേക്ക് വേണ്ട യോഗ്യതകൾ BE അല്ലെങ്കിൽ BTech, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇതിൽ ഡിപ്ലോമ ഉള്ളവരായിരിക്കണം. കൂടാതെ 5 വർഷത്തെ പരിചയവും കൂടി ഉള്ളവരായിരിക്കണം. ഈ ഒരു യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ജോലികൾക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയാണെന്ന് നോക്കാം. എക്സിക്യൂട്ടീവ് 40,000 രൂപ മുതൽ 1,40,000 രൂപ വരെയാണ് ഈ ഒരു ജോലിക്ക് ലഭിക്കുന്ന ശമ്പളം. അടുത്തത് ജൂനിയർ എഞ്ചിനീയർ 33,750 രൂപ മുതൽ 94,400 രൂപ വരെയാണ് ഈ ഒരു ജോലിക്ക് ലഭിക്കുന്ന ശമ്പളം. അടുത്തത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ 35,000 രൂപ മുതൽ 99,700 രൂപ വരെയാണ് ഈ ഒരു ജോലിക്ക് ലഭിക്കുന്ന ശമ്പളം. അപ്പോൾ ഇതിലേക്ക് അപേക്ഷകൾ അയക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 21 വരെയാണ്. അപ്പോൾ യോഗ്യതയുള്ള ഈ ഒരു ജോലി ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾ ഇന്ന് തന്നെ ഇതിലേക്ക് അപേക്ഷകൾ അയക്കുക. അപേക്ഷകൾ അയക്കേണ്ടത് കൊച്ചിൻ മെട്രോയുടെ വെബ്സൈറ്റ് വഴിയാണ്. അപേക്ഷകൾ അയക്കേണ്ട വെബ്സൈറ്റ് അഡ്രസ്സും അതുപോലെ വിജ്ഞാപനത്തിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അത് ചെക്ക് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷകൾ അയക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ ആളുകൾക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.